മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകി വിജിലൻസ് ഡയറക്ടർ. വയനാട് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നടന്ന 10 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിൽ ഹൈക്കോടതി ഉന്നയിച്ച വിമർശനം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. SIT ആണ് അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റ് വന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, അങ്ങനെ 2 കേസുകളിൽ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകുമ്പോൾ ഇനി എങ്ങനെയാകും മറ്റു നടപടികൾ? 10 വർഷമായി മൈക്രോ ഫിനാൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പക്ഷേ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഹൈക്കോടതി SIT രൂപീകരിച്ചത്. അന്വേഷണ ചുമതല. ഏറ്റവും ഒടുവിൽ വയനാട് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയത്. വിജിലൻസ് ഡയറക്ടർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന നിയമം ചുമത്തിയതിനാൽ ഇനിയിപ്പോൾ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൂടി ലഭിക്കണം. അതിനുശേഷം മാത്രമേ ആ കേസ് വിചാരണ നടപടിയിലേക്കൊക്കെ കടക്കാൻ ആകുകയുള്ളൂ. ഒപ്പം മറ്റു 2 കേസുകൾ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതും ഡയറക്ടറുടെ അനുമതിക്ക് വേണ്ടിയിട്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിരൂക്ഷ വിമർശനം അന്വേഷണത്തിനെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കേസ് വളരെ നിർജ്ജീവമായി കിടക്കുന്ന ഘട്ടത്തിലാണ് SP ശശിധരൻ അന്വേഷണം ഏറ്റെടുക്കുകയും ഇപ്പോൾ 3 കേസുകളുടെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാക്കുകയും ചെയ്തത്. ആകെ 70 കേസുകളാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളത്. 3 ആഴ്ചക്കകം തന്നെ ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം റിപ്പോർട്ട് ഉടൻ ഉണ്ടാകും. അടുത്ത 9-ാം തീയതി കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. പ്രവീണ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.